എന്തായാലും കൊള്ളാം. അടിമയും ഉടമയും ഒരുമിക്കും ഒരു നാൾ. സാർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പത്രം അത്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ദിനപത്രം, മനോഹരമായ ദിനപത്രം. നിങ്ങൾക്ക് ചോറ് തന്നിട്ട് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന പത്രം. ഒരു ഭാഗത്തേക്ക് പോവാം. ബഷീർ ഞങ്ങളോടൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവൻ പൊന്മല ചന്ദ്രമോഹൻ, ഇവൻ ജീവൻ, ഞാൻ വാഞ്ചി. നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റാ? വാളെടുത്തവൻ വാളാലെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണോ? തനിച്ചുള്ളൊരു മനുഷ്യന് ഭക്ഷണമില്ലെങ്കിൽ ജഗത്തിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞങ്ങളെല്ലാം പാവപ്പെട്ട ദേശസ്നേഹികൾ മാത്രമാണ്. മനസ്സിലായില്ല. മനസ്സിലാകില്ല. മനസ്സിലാക്കിയാൽ സ്വപ്നം മാഞ്ഞു പോകുന്നുള്ള ഭയം. മുഖം ശരിയാക്കുന്നതിന് പകരം കണ്ണാടി തല്ലിപ്പിടിക്കുന്ന ജനങ്ങളല്ലേ നിങ്ങളൊക്കെ? ശരി, എനിക്ക് സമയമായി, ഞാൻ പോവാണ്. ആയിക്കോട്ടെ. ധൈര്യമായിട്ട് പൊക്കോളൂ. പേര് ഉദയകുമാർ, MSc അറ്റോമിക് ഫിസിക്സ് ആണ്. ഇവന്റെ സഹായം നമ്മുടെ ഉയർച്ചയ്ക്ക് അത്യാവശ്യമാണ്. സാർ, ബോംബെ നിന്ന് രാഹുൽ നമ്പ്യാർ ചോദിച്ചിരിക്കുക, കരീന, ഐശ്വര്യ, മനീഷ 3 പേരിൽ ആർക്കാണ് ആദ്യം ഉമ്മ കൊടുക്കുന്നത്? ഐശ്വര്യ ഓക്കെ, മനീഷയും ഓക്കെ. കരീനയ്ക്ക് വേണേ ഞാൻ കൊടുത്തോളാം സാർ. സാർ, സ്വാമിനാഥൻ എന്നൊരാള് മന്നാർകുടിയിൽ നിന്ന് ചോദിച്ചിരിക്കും, 1 രൂപ കോയിൻ ആണോ പെണ്ണോന്ന്? ഇതെന്ത് ചോദ്യാ? 1 രൂപ നാണയം ആണാണോ പെണ്ണാണോ? സാർ, പെണ്ണാന്ന് എഴുതാം സാർ. അതെങ്ങനാടോ? 1 രൂപ കോയിന്റെ ഒരു സൈഡ് എന്താ? ഹെഡ്. അതിന്റെ മറുവശവോ? പൂവ്. അപ്പൊ പൂ വെച്ചോണ്ട് നടക്കുന്ന പെണ്ണുങ്ങളല്ലേ? താൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല. താങ്ക് യു സാർ. സാറ് വെള്ളാപ്പള്ളിയിൽ നിന്ന് സോളമൻ ചോദിച്ചേക്കുവാ, എന്താ ഇന്ത്യയിൽ കള്ളന്മാരൊന്നുമില്ലേ, എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്? അപ്പോൾ രാഷ്ട്രീയക്കാർ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും. സാറ് അഭിനയിക്കാനൊക്കെ പോകാമല്ലോ. ബഷീറേ, എന്തിന് സാർ? കുറച്ചു നാളായിട്ട് എന്റെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ട്. പറ സാർ, ഞാൻ മറുപടി പറയാൻ നോക്കാം. മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണമായും തുറന്ന പുസ്തകമാകുന്നത്? കുളിക്കുമ്പോഴ്. പമ്പര വീട്ടി. ചോദ്യോത്തരവേള പൂർത്തിയായിരിക്കുന്നു. സാർ ഒരെണ്ണം കൂടെ ഉള്ളു സാറേ. ചോദിക്കേ. സാറേ, പുതുപ്പള്ളിയിൽ നിന്ന് വന്ന കത്താ. എന്താ വേണ്ടത്? സാറേ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ശരി. എനിക്കൊരു 500 രൂപ അത്യാവശ്യമായിരുന്നു. ഒരു ചെക്ക് അയച്ചു തരാമോ എന്നാണ് ചോദിക്കുന്നത്. സാറിന്റെ പേരെന്താ എഴുതിയിരിക്കുന്നത്? ബഷീർ എന്നാ സാറേ എഴുതിയിരിക്കുന്നത്. ഓ, അവന്റെ ചീട്ട് കീറിയെന്ന് എഴുതി. അയ്യോ സാറേ, എന്തിനു സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് വേല ഇറക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, താഴെ പോയി 500 രൂപ. താങ്ക് യു സാർ. ഇന്ന് മഴ പെയ്യും. ഇവൻ എങ്ങോട്ടായി ധൃതിക്ക് ഓടുന്നത്? സാർ, എന്താ സാർ ഇത്? ഞാൻ കൊടുത്ത റിപ്പോർട്ട് അതുപോലെ അല്ലാതെ തലതിരിച്ചെഴുതിയിരിക്കുന്നല്ലോ. തലതിരിച്ചെഴുതിയിരിക്കുന്നു? ആരാത്? ഇത് നേരെ തന്നെയാണല്ലോ. സാർ എന്തായി പറയുന്നേ? അത് മാറ്റി എഴുതിയെന്നാ ഞാൻ പറയുന്നേ. ഉദയ, പത്രധർമ്മം എന്നൊന്നുണ്ട്. നീ എഴുതിയത് അതുപോലെ അച്ചടിച്ചാ ഫീസ് ഊരിക്കൊണ്ട് പോകും. പിന്നെ എന്റെ കസേര തെറിക്കുകയും ചെയ്യും. അതുകൊണ്ട് സത്യം മറ്റി കള്ളം എഴുതിയാ അതെന്ത് ന്യായോ സാർ? ആവശ്യമാണെങ്കിൽ സത്യത്തിന് പകരം കള്ളം എഴുതാമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിയാ. കള്ളവും നന്മയും വേർതിരി. ചില സമയങ്ങളിൽ കള്ളം നന്മയാകാറുണ്ട്, പക്ഷെ അത് എപ്പോഴും ആകാൻ പാടില്ല സാർ. നന്മയുണ്ടാവും. ഫ്യൂസ് ഊരിക്കൊണ്ടുപോകാതിരുന്ന പ്രസ്സിന് നല്ലത്. ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ ധാരാളം കിട്ടിയാ അത് നല്ലത്. ശമ്പളം കിട്ടിയാ നിനക്ക് നന്മ, എനിക്കും നന്മ. സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനും നിന്റെ പ്രായത്തിൽ സത്യത്തിന് വേണ്ടി ഒത്തിരി വാദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായി? എന്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ സത്യത്തെ കള്ളമാക്കി മാറ്റി ബെൻസ് കാറിലാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓട്ടോറിക്ഷ വിളിച്ചാ വരുന്നത്. ഈ സത്യസന്ധതയും ആദർശവും ഈ അന്തസ്സും ഒക്കെ വെരി എക്സ്പെൻസീവ് ഹാബിറ്റ്സാ. ഗുഡ്. റിപ്പോർട്ട് മാറ്റി എഴുതുവല്ലേ? അതല്ല സാർ, ഇത് എന്റെ രാജിക്കത്താണിത്. ഉദയ, ഈ ലെറ്റർ ഞാൻ MDക്ക് അയക്കില്ല. നീ ഒന്നുകൂടെ ആലോചിക്കേ. വാസന്തിക്ക് നിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഏടാ ഉദയ, ഇന്ന് അസംബ്ലി പ്രസ് മീറ്റിംഗ് ആയിരുന്നു. ആകെ വിഷമിച്ചു പോയി. പക്ഷെ CM നല്ല മൂഡിലായിരുന്നു കേട്ടാ. അല്ല, നീ എന്നാ ഡള്ളായിരിക്കുന്നേ? അച്ഛൻ്റെ ഒരു കത്ത് വന്നിരുന്നു. ചേച്ചിയുടെ ആദ്യ പ്രസവമെന്നും പറഞ്ഞ്. സന്തോഷിക്കേണ്ട കാര്യമല്ലേ? 10,000 രൂപ വേണമെന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നു. രാവിലെ ജാമ്പവാനോട് കാശ് മേടിച്ച പ്രശ്നം തീർന്നില്ലേ? അതൊന്നും നടക്കില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്തു. എന്തിനാടാ? കള്ളത്തരം എഴുതാൻ പറഞ്ഞു. കളഞ്ഞ ചെയ്യാൻ്റെ പാട്ടിന് പോന്നു. നീ റിസൈൻ ചെയ്തിട്ട് തന്നെയല്ലേ വന്നത്? എന്നാ ഞാൻ അവനെ പിടിച്ച് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, അറിയാവോ? അസത്യങ്ങൾ എഴുതാനാ പറഞ്ഞത്. നിന്നെപ്പോലെ തന്നെ എല്ലാം വലിച്ചു കയറി കളഞ്ഞ ഞാൻ വെളിയിൽ ഇറങ്ങി പോന്നു. എന്നാൽ എൻ്റെ വയറിനറിയത്തില്ലല്ലോ എൻ്റെ പണി പോയ കാര്യം. വിശന്നു, പട്ടിണി, അറിയാവോ? തല കറങ്ങിപ്പോയി. വിശന്നിട്ട് 2 കണ്ണും കാണാതായി. വേറൊരു മാർഗവും ഇല്ലായിരുന്നു.
പോയി വീണ്ടും ജോലി കയറി അതേ ജോലിയിൽ. ഹേ, നീ ചിലപ്പോൾ നിന്റെ വിശപ്പിന് വേണ്ടി എല്ലാം വിട്ടുകൊടുത്തിരിക്കാം, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ശരിയാടാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ ഇപ്പം എന്താ ചെയ്യാൻ പോന്നേ? വേറെ ഏതെങ്കിലും ഓഫീസിൽ കയറണം. എന്നാ പോ, എടുത്തു വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും 1.5 രൂപ. എന്നാൽ അവിടെ ഇതുപോലെ ഒരു എഡിറ്റർ ഉണ്ടാവും. അപ്പം നീ എന്തിനു കാട്ടാൻ പോവാ? എതിർത്ത് നേരെ നിൽക്കൂടാ. അത് തന്നെയാടാ ഇവിടെ ചെയ്യാൻ പറയുന്നേ. ഇവിടെ ചെയ്. ആര് നിന്നോട് കള്ളം എഴുതാൻ പറഞ്ഞാലും അവനെ പറ്റിയുള്ള സത്യം എഴുതി അവൻ്റെ മുഖത്ത് നീ കരുതേക്ക്. എടേ ഉദയ, ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തണം. ഇപ്പം നീ മനസ്സ് തുറന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കേ, എന്നിട്ട് ദേഷ്യങ്ങളെ കള. പക്ഷെ എന്നെ കൈവിടരുത്, ഈ ബഷീറിനെ മറക്കരുത്. കല്യാണ കാസറ്റ് കാണാൻ എല്ലാരും വായോ. അയ്യോ, കല്യാണ കാസറ്റോ? എടാ കല്യാണ കാസറ്റ്. ആരുടെ കല്യാണം? നീ മിണ്ടാ എന്റെ കൂടെ വാ. എടാ കല്യാണ കാസറ്റ് കാണാൻ വാടാ. അതായത് ഈ കാസറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡൗട്ടുകൾ മൊത്തം ക്ലിയർ ആകും. നിന്നെ ഞാൻ ഇന്ന് ക്ലിയർ ആക്കി തരാം. വാ വാ വാ, വന്നിരിക്കും. അവിടെ ഇരിക്കടാ, ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാ കറക്റ്റായിട്ട് കാണാം. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ട കല്യാണ കാസറ്റ് അതിമനോഹരമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയാ. സമാധാനം സമാധാനമായി കണ്ടതിന് ശേഷം ആത്മാവിന് ശാന്തിയേകിയാലും. പെട്ടെന്ന് സ്വാമി. ലൈറ്റ്സ് ഓഫ്. വെള്ളിച്ച, ഒരു പെണ്ണ് വന്ന് കാറിൽ വന്നിറങ്ങുന്നുണ്ട്. ഇതെല്ലാം വേസ്റ്റ്. ചുമ്മാ എടുത്ത ചാടല് തുടങ്ങിയ ഉടനെ ഒന്നും കാണിക്കില്ലടാ. ഒരു ഗ്യാപ്പ് വിട്ടുപിടി. എന്താടാ ഇത്? ഞാൻ എഴുന്നേറ്റ് പോകും. മോനെ, അവൻ എന്നെ ഈ കാണിക്കുന്നേ. അച്ചാറ് കൂട്ടി അടിക്കുക. ഏത് പുസ്തകത്തിലാണ് വന്നത്? ചേട്ടാ, ഒരു പഴയ ചായ വേണം. പുസ്തകത്തിലാ. അന്ന് കണ്ടില്ലായിരുന്നോ? ആ പുസ്തകത്തിലാ വായിച്ചത്. ഇതെന്താ ഒരേലയും 3 പേരും കൂടെ കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അളവുണ്ടാവണമല്ലോ. എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട്, ഭിക്ഷ എടുക്കുന്നുണ്ട്. കല്യാണ കേസ്റ്റ് കണ്ടില്ലേ? കഷ്ടം. എങ്ങനെയാ സാറേ വൃത്തികെട്ട പടം എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കാണുന്നത്? നിങ്ങൾക്ക് വൃത്തിഹീനമായി തോന്നുന്നു, അവർക്ക് നല്ലതായി തോന്നുന്നു. ഇതിനെല്ലാം ഒരേ ഒരു വഴിയേ ഉള്ളൂ, കൊന്ന് തള്ളിയേക്കണം. മുകളിലിരുന്ന് മറ്റേ സിനിമ കാണുന്നവരില്ലേ, അവരിൽ നിന്ന് തുടങ്ങി പണക്കാരൻ, ഫൈനാൻസ്കാരൻ, രാഷ്ട്രീയക്കാരൻ, അധികാരികള് ഒന്നിനെയും വച്ചേക്കരുത്. അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ അവസാനിക്കും. തീരില്ല. ഒരു പേടി തോന്നും. ഭയന്നാലേ നാടുവഴിയാകൂ. എമർജൻസി ടൈമിൽ എല്ലാം നന്നായി നടക്കാറുള്ളതല്ലേ? ഭയം കൊണ്ട് നാട് ഭരിക്കാൻ കഴിയില്ല. ഇന്ത്യ ജനാധിപത്യ നാടാണ്. ജനനായകനൊക്കെ വെറും വാക്കാണ് സാർ. പണമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതന്നെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വെച്ചല്ലേ? എന്ത് സ്വാതന്ത്ര്യം എന്നാ? ഇത് കഴിഞ്ഞു വരുന്നതാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണിനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ സാധിച്ചോ? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് മാത്രമല്ല, MSc ഫിസിക്സ് പഠിച്ചതും അമേരിക്കയിൽ കിട്ടിയ ജോലി വേണ്ടാന്ന് വെച്ചതും ടീച്ചർ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നാടിന് സേവനം ചെയ്യണമെന്നുള്ളതും എല്ലാം ഞങ്ങൾക്കറിയാം. സേവനമെന്നുള്ളത് അത്ര എളുപ്പം സാധ്യമാവുന്നതല്ല. വലിയ കഷ്ടപ്പാട് പിടിച്ച ജോലിയാണ്. എനിക്കും ഇതിൽ വിശ്വാസമില്ല. എന്താ പ്രാഞ്ചി, ഇവൻ നമ്മുടെ വഴിക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? വരണം, കൊണ്ടുവരണം അവനെ. എന്തെന്നാൽ ഇവൻ നമുക്ക് അത്യാവശ്യമാണ്. ഇവന്റെ ബുദ്ധിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം.